എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ ഡ്രാമയിൽ തന്നെ പല സീൻസും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡിൽ സീനാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഇവർക്ക് ബ്രേക്കപ്പ് സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്കിടയിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറി ഇവർ ഒന്നാവുന്നുണ്ട്. ആ സമയത്ത് ഇവൻ്റെ കാതിൽ പെട്ടെന്ന് തന്നെ ഒരു റിങ്ങിങ് സൗണ്ട് കേൾക്കുകയും അവൻ്റെ കാതിൽ വല്ലാത്ത രീതിയിൽ പെയിൻ വരെയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവന് ആ ആക്സിഡൻറ്റ് നടന്ന ടൈമിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഓർമ്മ വരുന്നുണ്ട്. അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ നല്ല രീതിയിലൊരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ്റെ ഫ്രണ്ട് അവനെ തല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കേന് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇവൻ്റെ ഫ്രണ്ട് അവിടെ വളരെയധികം ടെൻഷനായിട്ട് സിഗരറ്റ് വലിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ലിക്വിഡ് തറയിൽ വീണ് പൊട്ടുകയും ചെയ്യുകയാണ്. ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ അതിലോട്ട് വീണ് ഫയർ അവിടെ സ്പ്രെഡ് ആവുകയായിരുന്നു ചെയ്തത്. അങ്ങനെയായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും അവൻ്റെ ഫ്രണ്ട് മരിക്കുന്നതും ചെയ്യുന്നത്. ഇതിൽ ശരിക്കും ഇവൻ്റെ ഫോൾട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു അബദ്ധത്തിൽ സംഭവിച്ച ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇവൻ ഇത്രയും കാലം കരുതിയിരുന്നത് ഇവൻ കാരണമാണ് അവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന്. ഇപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവൻ കാരണമല്ല ആ ആക്സിഡൻറ്റ് സംഭവിച്ചത്. അവൻ മറന്നുപോയ ഓർമ്മകളൊക്കെ അവന് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. കുറേ നേരം കഴിയുമ്പോൾ അവൻ്റെ കണ്ണ് തുറക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവൻ്റെ ഗേൾ ഫ്രണ്ട് അവൻ്റെ അടുത്തുണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി അവർ വീണ്ടും ഒന്നാവുന്നുണ്ട്. അവരെ കെട്ടിപ്പിടിക്കുകയും പരസ്പരം കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സീൻ അവസാനിക്കുന്നത്. ഇത്രയും നാളും അവൻ കാരണം ഒരു വലിയ അപകടം സംഭവിച്ചെന്നും അവൻ്റെ ഫ്രണ്ടും ഒരുപാട് ആൾക്കാർ മരിച്ചതിൻ്റെ കാരണം ഇവനാണ് എന്നൊക്കെയായിരുന്നു ഇവൻ തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇവൻ കാരണമല്ല എന്ന് തന്നെ മനസ്സിലായതുകൊണ്ട് അവൻ്റെ ഗിൽട്ടൊക്കെ മാറി അവൻ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ മെമ്മറീസൊക്കെ അവന് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.